മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് യു.ജി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI മൂന്നാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചു. പറ്റ്ന പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 21 പേരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ബൽറാം, വേഗം പറഞ്ഞോളൂ. SKN ഏറെ വിവാദമായ നീറ്റ് യു.ജി. ചോദ്യപേപ്പർ ചോർച്ചയിലെ മൂന്നാമത്തെ കുറ്റപത്രമാണ് CBI പട്നയിലെ പ്രത്യേക CBI കോടതിയിൽ ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. 21 പേരെയാണ് പ്രതിപട്ടികയിൽ CBI ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ മൂന്നാമത്തെ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ ഹസാരിബാഗിലെ സിറ്റി കോർഡിനേറ്റർ ആയിരുന്ന ഈ ഒയാസിസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അസ്നുൽ ഹക്കും അതേ സ്കൂളിലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലവും ചേർന്നാണ് ഇതിൽ പ്രധാനമായ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ്. ഇവരായിരുന്നു ഈ പരീക്ഷാ ചോദ്യപേപ്പർ കൈകാര്യം ചെയ്തിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവർ ഈ ചോദ്യപേപ്പർ മോഷ്ടിച്ച് മറ്റ് ഇടനിലക്കാരുമായി ചേർന്നുകൊണ്ട് ഇത് മറ്റ് ഈ പരീക്ഷാർത്ഥികൾക്ക് നൽകി പണമുണ്ടാക്കാനുള്ള ഗൂഢാലോചന നടത്തിയെന്നും ഒന്നിലേറെ തവണ അവർ ഇത്തരത്തിൽ ഇടനിലക്കാരുമായി സംസാരിച്ച് ഗൂഢാലോചന നടത്തിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നുമാണ് ചോദ്യപേപ്പർ മോഷ്ടിച്ച് നൽകിയതും ഇവർ തന്നെ എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓഗസ്റ്റിലായിരുന്നു ഈ കേസിലെ ഒന്നാമത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ 13 പ്രതികളായിരുന്നു. രണ്ടാമത്തെ കുറ്റപത്രത്തിൽ 6 പ്രതികളെ കൂടി CBI ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ കുറ്റപത്രത്തിലാണ് മറ്റ് 2 പേരെ കൂടി ചേർത്ത് 21 പ്രതികളാണ് ഇപ്പോൾ ഈ കേസിൽ ഉള്ളതെന്നാണ് CBI അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുമാണ് CBI വ്യക്തമാക്കുന്നത്. SKN.